Hi, hello, I am Nisha. Welcome back to my channel. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഫ്ലൈ എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്നൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണാം കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലെ ഫ്ലീറ്റ് ഇടണം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഫ്ലീറ്റിന് വേണ്ടി 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൽ സിബിന് ഫേസ് ആയി വരുന്ന രീതിയിൽ ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്ത് 1 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ സിബ് മുകളിലേക്ക് നിൽപ്പില്ലേ, അത് സിബ് കുറച്ചങ്ങോട്ട് താഴേക്ക് തുറന്നിട്ട് ബാക്കിയുള്ളതൊന്നും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. മുകളിലേക്ക് നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ മുകൾ ഭാഗം താഴെയുള്ള ഫ്ലൈ ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മളറിയാതെ ഇങ്ങനെ സിബ് തുറന്നു പോയാൽ അത് വിട്ടുപോകും, പിന്നെ നമ്മളെല്ലാം അഴിച്ച് പണിയേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ പറയണേ. ഇപ്പോൾ 2 ഭാഗം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലോക്കിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. അടുത്തത് നമ്മൾ തയ്ക്കേണ്ടത് പോക്കറ്റാണ്. അപ്പോൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കോട്ടൺ പീസ് എടുത്തിട്ടുണ്ട്, കൂടാതെ 4 പാൻറ്റിൻ്റെ പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം കോട്ടൺ പീസിൻ്റെ സെയിം വീതിയും നീളമുള്ളത്, 2 എണ്ണം വീതി കുറവും നീളം സെയിം ആയിട്ടുള്ള 2 പാൻറ്റിൻ്റെ തുണിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നീളം നോക്കാം. ഇതിൻ്റെ നീളം 11 ഇഞ്ചോളം നമുക്ക് നീളം കൊടുക്കാം. കൂടാതെ താഴെ ഭാഗത്തെ വീതി 7.5-8 നമുക്ക് എടുക്കാം. ഇത് താഴെ ഭാഗത്താണ് കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്ത് വീതി കുറച്ച് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സെയിമിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് വീതി ഒന്ന് കുറച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് 2 പീസും നല്ല വശവും ചീത്ത വശവും മാർക്ക് ചെയ്തിടുക. പാൻറ്റിൻ്റെ തുണിയിൽ നമ്മൾ വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഈ പോക്കറ്റിൻ്റെ നല്ല വശത്ത്, നമ്മൾ ഇൻഡു മാർക്ക് ചെയ്തേക്കുന്നത് ചീത്ത ഉൾവശമാണ്. അപ്പം നല്ല വശത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് വെച്ചൊന്ന് പിടിപ്പിക്കുക. ചരിഞ്ഞ ഭാഗമല്ല കേട്ടോ, ചരിഞ്ഞ ഭാഗം നമ്മളെ ഉള്ളിലേക്ക് വരുന്നതാണ്. ഇത് സൈഡ് പോർഷനിൽ വരുന്നതാണ് സ്ട്രെയിറ്റ് ആയ ഭാഗം. അപ്പോൾ ആ ഭാഗത്തൊന്ന് വെച്ച് പിടിപ്പിക്കുക. അതേപോലെ തന്നെ അടുത്ത പീസിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ നല്ല വശം ചീത്ത വശം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തെറ്റില്ലാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെയിറ്റ് ആയ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും എന്ത് സ്റ്റിച്ച് ചെയ്യണേ മുമ്പും നല്ല വശവും ചീത്ത വശവും മനസ്സിലാക്കാൻ വേണ്ടി ചീത്ത വശത്ത് എപ്പോഴും മാർക്ക് ചെയ്തിടാം. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കും. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഒരു പീസ് എടുക്കാം. അതിൻ്റെ വീതി കുറഞ്ഞ ഭാഗം മുകളിൽ വരത്തക്കവണ്ണം, താഴെ വീതി കൂടിയ ഭാഗം വരത്തക്കവണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാൻറ്റിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗം ചരിച്ച് വെട്ടിയിട്ടില്ല, പാൻറ്റിൻ്റെ ഭാഗം മാത്രം ചരിച്ച് വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കേണ്ട വിധം വെച്ച ശേഷം ആ ഇൻ്റർലോക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പോക്കറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ തിരിച്ചെടുത്തിട്ട് പോക്കറ്റിൻ്റെ ഭാഗം നിവർത്തി വയ്ക്കുക. എന്നിട്ട് പോക്കറ്റിൻ്റെ ആ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ സൈഡിൽ കൂടി ഒന്ന് പതിച്ചടിച്ചെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് പോക്കറ്റിൻ്റെ സെക്കൻഡ് പീസ് എടുത്തിട്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചരിവുള്ള വശത്ത് ആ ചരിവുള്ള വശം ചേരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചുറ്റും അങ്ങനെ അടിച്ചെടുത്ത് ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് വരുന്ന രീതിയിൽ, സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ അടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പീസ് എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ മുകളിൽ വെച്ചങ്ങനെ പീസ് എടുത്ത് താഴേക്ക് വയ്ക്കുക, ചീത്ത വശത്തേക്ക് വയ്ക്കുക. എന്നിട്ട് പോക്കറ്റിൻ്റെ ആ ചരിഞ്ഞ വശവും താഴെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പോക്കറ്റ് തിരിച്ചെടുക്കാം.
തിരിച്ചെടുത്തിട്ട് ആ സൈഡ് ഭാഗം കറക്റ്റ് ലെവലിൽ വരത്തക്ക വേണം പാൻറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് താഴേക്കായിട്ട് 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ വേസ്റ്റിൻ്റെ ഭാഗത്തും ആ താഴേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സൈഡ് ഭാഗത്തും നമ്മളൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മതി. അത് 1 ഇഞ്ച് വേണമെന്നൊന്നുമില്ല. കുറച്ച് ഭാഗം ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും പോക്കറ്റ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സൈഡ് ചരിവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പോക്കറ്റിന് ഇങ്ങനെ ഒരു വീവ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോക്കറ്റ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനത്തെ പാൻറ്റ് തയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പട്ട് പിടിപ്പിക്കുന്ന ഇടാം. അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.